ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ജലീൽ MP കണ്ണൂർ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ എൻ്റെ ഫോണ് കുറച്ച് ദിവസമായിട്ട് ഡിസ്പ്ലേ കംപ്ലൈൻ്റ് ഒക്കെ ആയിരുന്നു. പക്ഷെ എന്നാൽ അത്യാവശ്യം യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഉണ്ടായിരുന്നത്. എൻ്റെ ഈ വലിയ ഫോണിൽ നെറ്റ്വർക്ക് IC പോയിട്ടുണ്ട്. അപ്പോൾ അതിന് ശരിയാക്കാൻ കുറച്ച് എമൗണ്ട് ഒക്കെ ആകും. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം വേറെ ഫോൺ എടുത്തിട്ട് അതിൽ ഹോട്ട്സ്പോട്ട്, അതായത് ഒരു സെക്കൻഡ് ഫോൺ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ സിം ഇട്ടിട്ട് കോൾ ചെയ്യാനും ഹോട്ട്സ്പോട്ട് എടുക്കാനും വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നൊരു ഫോണായിരുന്നു. ഇതിൽ വൈഫൈക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ. വൈഫൈ ഇട്ട് കഴിഞ്ഞാൽ എല്ലാം ഓക്കെയാണ്. അപ്പോൾ എൻ്റെ ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ഇതിലാണ് ഉള്ളത്. അപ്പോൾ കുറച്ച് ദിവസമായി അത് കംപ്ലൈൻ്റ് ആയിട്ട്, പക്ഷെ എന്നാലും നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ തൊട്ട് തീരെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ ഞാൻ തൽക്കാലം ഉമ്മമ്മാൻ്റെ ഫോൺ എടുത്തിട്ട് ഹോട്ട്സ്പോട്ട് എടുത്തിട്ടാണ് ഞാൻ കുറച്ച് ലൈവൊക്കെ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഉമ്മാമ്മ വന്നിട്ട് നല്ല എന്താ പറയുക, നല്ല പുന്നാര വർത്താനം പറഞ്ഞത് കൊണ്ട് തൽക്കാലം നമുക്കിനി അത് വേണ്ടാന്ന് വെച്ചു. ഉമ്മമാൻ്റെ ഫോൺ എടുത്തിട്ട് യൂസ് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഡിസ്പ്ലേ മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ അനിയൻ മൂപ്പര് അവിടെ മൊബൈൽ ഷോപ്പിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവനെ വിളിച്ച് അവനോട് റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ ഡിസ്പ്ലേ ശരിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങോട്ട് പോയ സമയത്ത് ശ്രീകണ്ഠാപുരം എന്ന സ്ഥലത്താണ് അവൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് അവിടെ ഒട്ടുമിക്ക കടകളൊക്കെ മുങ്ങിയിട്ടുണ്ടായിരുന്നു, ഫുള്ള് വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ശ്രീകണ്ഠാപുരം. ഇത് ബസ് സ്റ്റാൻഡാണ് കേട്ടോ. ബസ് സ്റ്റാൻഡിൻ്റെ പുറകുവശത്താണ് ഫുള്ള് വെള്ളം കയറിയിട്ടുള്ളത്. ഇത് കടകളാണ്, പക്ഷേ ഇതൊക്കെ ഫുള്ള് മുങ്ങിയിട്ടാണ് ഉള്ളത് കേട്ടോ. ഫുള്ള് വെള്ളത്തിലുള്ളത്. ഒരാൾക്കും അങ്ങോട്ടേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഇപ്പം വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നത്, അതുകൊണ്ടാണ് ഇത്രയും വെള്ളം വന്നിരിക്കുന്നത്. അതിൻ്റെ തൊട്ടപ്പുറം തന്നെ ഒരു പുഴയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.